ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്ന് സൺഡേ ഒരു വ്ളോഗാണ് കാണാൻ പോകുന്നത്. ഇന്നൊരു അടിച്ച് പൊളിച്ച ദിവസമായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഞാൻ എണീക്കുന്നതിന് മുന്നേ ഇവർ രണ്ടുപേരും എണീച്ച് അടുക്കളയിൽ പൊരിഞ്ഞ തിരക്കായിരുന്നു. വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ അടിച്ചതും ബ്രഷൊക്കെ ചെയ്ത് ഞങ്ങൾ ചായ കുടിക്കാൻ തുടങ്ങി ഗൈസ്. അപ്പോൾ ഞങ്ങൾ ഓരോ കഥയും പറഞ്ഞിട്ട് ചായ കുടിച്ച് സ്റ്റാർട്ട് ചെയ്തു. അതിനുശേഷം ഞാൻ ആദ്യം പോയി കുളിച്ചിട്ട് വന്നു. പിന്നെ ഇവർ പിന്നെ കുളിക്കാമെന്ന് പറഞ്ഞു. പിന്നെ അങ്ങനെ ആദ്യം ഞാൻ വീഡിയോ എടുത്ത് കൊണ്ടുവന്നു. നേരെ അടുക്കളയിൽ പോയി ഒന്നാണ് പണി ചെയ്യുന്ന ഒരു ആക്ഷനാണ് ഇവിടെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തെങ്കിലുമൊക്കെ ചെയ്യുന്നു. പിന്നെ നമ്മുടെ ചേച്ചി എപ്പോഴും ഫോണിലാണല്ലോ. അപ്പോൾ അവളുടെ വർക്ക് തുടങ്ങി, ഇവളുടെ വർക്ക് തുടങ്ങി. അങ്ങനെ ഞങ്ങളൊക്കെ നേരത്തെ കഴിച്ചു. പിന്നെ ആതിര വന്ന അവസാനം അവളാണ് കഴിച്ചത്. ഞങ്ങളതിന് മുന്നേ കഴിച്ചു. അപ്പോൾ അവൾക്കത് കഴിക്കുന്ന സമയത്ത് പല കഥകളും പറയണം. പക്ഷെ അതൊക്കെ ഞാൻ മ്യൂട്ട് ചെയ്ത് വിട്ടു. അതിന് ശേഷം ആതിരയുടെ മേമയ്ക്ക് വണ്ടി വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഞങ്ങളത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ 3 പേരും കൂടി അവരുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞങ്ങളത് വീട്ടിലേക്ക് പോകണമെങ്കിൽ താഴെ ഇറങ്ങി പോകണം. അപ്പോൾ ആതിര പറഞ്ഞ് ഞങ്ങൾ കൊടുത്തിട്ട് വരാമെന്ന്. ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിന്നു. അതിനുശേഷം ആതിര വന്നു. പിന്നെ തിരിച്ച് ഞങ്ങൾ 3 കൂടി ഒരു സ്കൂട്ടിയിൽ പോകാൻ വരുന്ന വഴി, അതായത് അവളുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയെന്ന് പറഞ്ഞാൽ അത്രയും മോശമാണ്. റോഡ് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടുത്തെ വഴിയാണ് ഈ കേസ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആതിര പറഞ്ഞു കുഴപ്പമില്ല, തിരിച്ചു പോകണ്ട, ഞങ്ങൾ വരുമ്പോൾ വേറെ വഴി കൂടെയാണ് വന്നത്, അത് നല്ല ദൂരം ആയതുകൊണ്ടാണ് ഞങ്ങൾ ഇതേ വഴി തിരഞ്ഞെടുത്തത്. എന്നിട്ട് ആതിര പറഞ്ഞു കുഴപ്പമില്ല, ഞാൻ വണ്ടി അതിൽ കൂടെ എടുത്തോളാൻ പറഞ്ഞു. പക്ഷേ ആർഷിക്കൊരു പേടി, അവളുടെ വണ്ടി ആയതുകൊണ്ട്. അപ്പോൾ ആർഷി പറഞ്ഞില്ല, ഞാൻ തന്നെ എടുക്കാൻ വന്നിട്ട് അവളെടുത്തു. പക്ഷെ നല്ല തെന്നി വീഴ്ച ആഴത്തിലേക്ക് പോവുകയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആതിരയും കൂടി കുറച്ച് സപ്പോർട്ട് ചെയ്ത് അങ്ങനെ എങ്ങനെയാക്കി ഒരു വഴിയായിട്ട് അവർ രണ്ടുപേരുടെ പരിശ്രമം കൊണ്ട്, ഞാൻ വെറുതെ മിണ്ടാതെ നിന്നു, അത് പറയാം, പരിശ്രമം കൊണ്ട് അവർ വണ്ടി മുകളിലേക്ക് കയറ്റി കേസ്. അത് കഴിഞ്ഞ ശേഷം കുറച്ച് തുടക്കൽ കാര്യങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു. പിന്നെ ഞാനിങ്ങനെ മെല്ലെ സൈഡോടെ ചളി ചവിട്ടാണ്ട് ഇങ്ങനെ നടന്ന് വരികയായിരുന്നു. പിന്നെ അതിനുശേഷം ഞങ്ങൾ 3 കൂടി കടയ്ക്ക് പോയി കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. പിന്നെ ഒരു ബിരിയാണി വെക്കാൻ പറഞ്ഞിട്ട്, തക്കുടൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു 2 ദിവസം മുന്നേ. സോ അവൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല. സോ ചെറിയൊരു കേക്ക് വാങ്ങിച്ച് കട്ട് ചെയ്തിട്ട് നമുക്കൊരു ചെറിയ ബിരിയാണിയും വെക്കാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. പിന്നെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ എത്തിയപ്പോൾ ആർഷി ഫ്രഷപ്പ് ആവാനായിട്ട് പോയി. അപ്പോൾ ഞങ്ങൾ 3 കൂടി ചെറുതുണ്ടായിരുന്നു. ഞങ്ങൾ 3 കൂടി കഥയും പറഞ്ഞിട്ട് ഇരിക്കുകയായിരുന്നു. അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബിരിയാണിക്കുള്ള പ്രിപ്പറേഷനായിട്ട് സാധനങ്ങളൊക്കെ അറുത്ത് വെച്ചാൽ നമുക്ക് ഈസിയാണല്ലോ. സോ അതൊക്കെ ചെയ്ത് വെക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ കഥയും പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളും പറഞ്ഞിട്ട് ചെയ്യുമായിരുന്നു. അതിൻ്റെ വായി പിന്നെ ഉണ്ടാതേ ഇരിക്കില്ല, വായ അടക്കിയില്ലല്ലോ. അപ്പോൾ ഓരോ കഥകളും കാര്യങ്ങളും തക്കുടൂനോട് ഓരോ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കണം. അവൾക്ക് വായി തുറന്നാൽ കുറച്ച് അടയ്ക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഗൈസ്. പിന്നെ അതിനുശേഷം അടുക്കളയിൽ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങളവിടെ കുറച്ച് ക്ലീൻ ചെയ്യാനുള്ള പണി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ അതും ചെയ്തു കൊടുത്തു. ആ ഗ്യാപ്പ് കൊണ്ട് അവർ ഫ്രണ്ടിലും കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ക്ലീനിങ് കാര്യങ്ങൾ വിട്ട് അന്നത്തെ ദിവസം അത് വീട്ടിൽ പോലും ഞങ്ങൾ ഇത്ര പണി ചെയ്യില്ല. ആക്ച്വലി നമുക്കങ്ങനെയല്ലോ, സ്വന്തം വീട്ടിൽ നമുക്ക് പണി ചെയ്യാനൊരു മടിയാണ്. അപ്പോൾ വേറെ എവിടെയും പോയി നമ്മൾ ഉഷാറായിട്ട് ചെയ്യും. അതുപോലത്തെ അവസ്ഥയാണ് ഇവിടെയും. പിന്നെ അതിന് ശേഷം ആർഷി കണ്ണുനീര് വന്ന് പൊലിയാണ് ഉള്ളി അറുത്തിട്ട്. അതിന് ശേഷം അതായത് ഉള്ളി കുറച്ച് തികയാടായി. അപ്പോൾ 2ാം പ്രാവശ്യം ഇരുന്നറക്കാണ് ചേച്ചി. അതിന് ശേഷം തക്കോട് ഇവിടെ ഫുഡ് കഴിക്കണം. രാവിലത്തെ ഫുഡ് കഴിക്കണത് അവൾ 11 മണിക്കാണ് ഗൈസ്. അപ്പോൾ അതും അവൾക്ക് ഓർമ്മയില്ല ഫുഡ് കഴിക്കാൻ. ഞങ്ങൾ ഓർമ്മപ്പെടുത്തി വെച്ചത് കൊണ്ട് അവൾ കഴിച്ചു. പിന്നെ ഇവർ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യണം. ഞങ്ങളുടെ ടീമിൽ 2 ഷെഫ് എന്ന് പറയുന്നത് ഇവർ 2 പേരാണ്. സാധനം എന്തുണ്ടാക്കിയാലും നന്നായിട്ടുണ്ടാവും, വെറുതെ പറയില്ല, സീരിയസ്ലി പറയണം. 2 പേരും അത്യാവശ്യം നന്നായി നന്നായി കുക്ക് ചെയ്യും. അപ്പോൾ അതിൽ പ്രാർത്ഥിച്ചിട്ട് ബിരിയാണി കുഴയരുത്, ബിരിയാണിൻ്റെ ടേസ്റ്റ് പോകരുത് എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് ഉള്ളി അങ്ങോട്ട് ഇട്ട് വർക്ക് തുടങ്ങുകയാണ് ഗൈസ്. അപ്പോൾ അവർ 2 കൂടി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ചെയ്യണം. ഞങ്ങളതിന് ബാക്കിൽ നിന്ന് വീഡിയോസ് എടുക്കുക, അവരിൻ്റെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കമൻറ്റ് ചെയ്യുക, ഇതൊക്കെയാണ്. പിന്നെ ഞാൻ കുറച്ച് നേരം നല്ല കുട്ടിയാവട്ടെ എന്ന് പറഞ്ഞിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് ഹെൽപ്പ് ചെയ്യുക. അവിടെയുള്ള ചിക്കൻ എടുത്ത് കൊട്ടിക്കൊടുത്തു, വേണ്ട പൊടികൾ എടുത്തു കൊടുത്തു. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ എന്നെക്കൊണ്ടാവുന്ന ചില കാര്യങ്ങൾ ഞാൻ അവർക്ക് ചെയ്തു കൊടുത്തു. അങ്ങനെ അവിടെ നിന്നിട്ട് വെറുതെ മുട്ടുള്ള നല്ല മണം. അതിനുശേഷം ഞങ്ങൾ ചെറിയൊരു ഫോട്ടോ എടുക്കാറുണ്ട്. ഞാനും തക്കടും കൂടി ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കാം. അപ്പോൾ അതിൽ വന്നതിനെ കളിയാക്കണം, ഞങ്ങളവിടെ സീരിയസ് ആയി പണിയെടുക്കുക, നിങ്ങൾക്കിവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ട്. പിന്നെ ഞാനും തക്കടും പോയിട്ട് റെഡി ആയിട്ട് വന്നു ഗൈസ്. ഞങ്ങൾ 2 പേരും ഒരേപോലെ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് റെഡി ആയിട്ട് വന്നു. അതുമ്പോഴേക്കും ഇവിടെ ബിരിയാണി സാധനം റെഡിയായി. ഇനി അതിൻ്റെ മുകളിൽ ദമ്മിട അത്യാവശ്യം നന്നായി വെന്തു. അപ്പോൾ കുറച്ച് വെള്ളം കൂടി ഉള്ളൂ. അപ്പോൾ അത് ദമ്മിട്ട സെറ്റാവെന്ന് പറഞ്ഞിട്ട് ഞങ്ങളിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് വന്നു. അതിനുശേഷം ഞങ്ങൾ കുറച്ച് റീൽസ് ചെയ്തു. എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്തത്. ഒരാൾ തെറ്റിച്ചാൽ ഒരാൾ ശരിയാക്കും, ഒരാൾ ശരിയാക്കിയാൽ വേറൊരാൾ തെറ്റിക്കും, അങ്ങനെയുള്ള അവസ്ഥയാണ്. അങ്ങനെ 3 പേരും ശരിയാക്കിയാലും ക്യാമറ എടുക്കുന്ന ആൾ ഉഴപ്പി വിടും. ഇങ്ങനത്തെ അവസ്ഥയാണ്. നിങ്ങൾക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം.
അങ്ങനെ നമ്മുടെ അടിപൊളി ബിരിയാണി കാണുമ്പോൾ തന്നെ കൊതിയൂറിയിട്ട് വയ്യ ഗൈസ്. അത്രയും ടേസ്റ്റും ഉണ്ടായിരുന്നു, കളറും അതിൻ്റെ ഫ്ലേവറും നല്ല ഇഷ്ടമായി. ഇതിലെന്തെന്ന് പറഞ്ഞു വെച്ചാൽ 2 ലെഗ് പീസ് ഉണ്ടായിരുന്നു. അവസാനം ആ ലെഗ് പീസിന് അടിയായി. പിന്നെ അതിന് ശേഷം അവർക്കൊന്നും വേണ്ട പറഞ്ഞിട്ട് ഞാനും മേമയും കൂടി ലെഗ് പീസ് എടുത്തു. അതിന് ശേഷം ബിരിയാണി കഴിക്കുമ്പോൾ വേറൊരു ഗുമ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇല തേടി നടക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിലവിടെ തന്നെ ഇലയുണ്ടായിരുന്നു. അപ്പോൾ പോയിട്ട് എല്ലാവർക്കും ഓരോ ഇല പറിച്ചിട്ട് വന്നു. പിന്നെ ആർഷിയാണ് ഇന്നത്തെ ഷെഫ്. അപ്പോൾ അവൾ തന്നെ ഞങ്ങൾക്ക് വിളമ്പി എല്ലാ കാര്യങ്ങളും സെറ്റാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാനിരുന്നു ഗൈസ്. ബിരിയാണി ഒരു രക്ഷയില്ല ഗൈസ്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ബസ്മതി റൈസായിരുന്നു. എനിക്ക് ലെഗ് പീസും കിട്ടി ഗൈസ്. അപ്പോൾ ഞാൻ വലിച്ച് കടിച്ച് കഴിച്ചു ഗൈസ്. അതിന് ശേഷം ഞങ്ങൾ ബിരിയാണി കഴിച്ചതൊന്നും സെറ്റാവാൻ വേണ്ടിയിട്ട് ആർഷി പെപ്സി വാങ്ങിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ അതും കുടിച്ച് കുറച്ച്. പിന്നെ അവർ ഇരുന്ന് ഫുഡ് കഴിക്കുന്നു, ഞങ്ങൾ കഴിച്ചിട്ട് കഥയും പറഞ്ഞിട്ടിരിക്കുന്നു. അപ്പോൾ ആർഷി അവിടെ നിന്ന് എത്തി നോക്കിയിട്ട് ഓരോന്ന് പറയണം. അപ്പോൾ ആതിര എന്നെ പറയാണ്, ഞാൻ അവളെ പറയാണ്, ആർഷി അവിടെ നിന്ന് ഞങ്ങൾ രണ്ടുപേരെയും പറയണം ഗൈസ്. അങ്ങനെ ഞങ്ങൾക്ക് ഞങ്ങളുടെ വായ അടച്ചിരിക്കാത്തത് കൊണ്ട് ഞങ്ങൾ പലരെയും അതും ഇതും പറഞ്ഞ് എന്തൊക്കെയോ കാണിക്കുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞല്ലോ, തക്കുടുവിൻ്റെ ബർത്ത്ഡേ 2 ദിവസം മുന്നായിരുന്നു. ആക്ച്വലി നമുക്ക് ആർക്കും വരാൻ പറ്റിയില്ല അന്ന ദിവസം. സോ തക്കുടു ഞങ്ങൾക്ക് വേണ്ടി കേക്ക് കട്ട് ചെയ്യാണ്ട് ഇന്ന് കട്ട് ചെയ്യാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു കേക്കൊക്കെ കൊണ്ടുവന്നിട്ട് ഞങ്ങൾ ക്യാൻഡിൽസൊക്കെ വെച്ചിട്ട് അതിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു സ്മോൾ വീഡിയോ. അപ്പം ഞങ്ങളെല്ലാവരും കൂടി കേക്ക് കട്ടിങ് കാര്യങ്ങളൊക്കെ ചെയ്തു. ആക്ച്വലി ഇവിടെ ബർത്ത്ഡേ വന്നിട്ട് തക്കുടുവിൻ്റെയാണ്, പക്ഷെ അവിടെ കാണിക്കുന്നത് മൊത്തം ആർഷിയാണ് ഗൈസ്. ആർഷിൻ്റെ ബർത്ത്ഡേ ആണ്. അവൾക്ക് അങ്ങനെയാണ്, എല്ലാവരുടെ ബർത്ത്ഡേക്കും പോയി അവൾ കേക്ക് കട്ട് ചെയ്തതിൽ അവളുടെ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ രണ്ടാളും കൂടി അങ്ങനെ കേക്ക് കട്ട് ചെയ്തു. എന്നിട്ട് ബർത്ത്ഡേക്കുള്ള ആൾക്ക് വരി കൊടുക്കുന്നതിന് പകരം അവൾ ഓപ്പോസിറ്റാണ് ചെയ്തത്. ഇതല്ലെങ്കിൽ ഇങ്ങനെ നടക്കുള്ളൂ എന്ന് ഞങ്ങൾക്കറിയാം, അത് വേറെ കാര്യം. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാ കാര്യങ്ങളും അക്സെപ്റ്റ് ചെയ്ത് വിടും, പോട്ടെ ഉണ്ട്. എന്നിട്ട് ഞങ്ങളെല്ലാവരും പരസ്പരം മംഗളങ്ങളും കേക്ക് വരി കൊടുക്കലും സ്നേഹം പൊഴിയലും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഗൈസ്. അങ്ങനെ ആദ്യം കേക്ക് കഴിക്കലും. പിന്നെ എനിക്കധികം ഈ എന്താണ് പറയുന്നത്, മധുരത്തോട് അധികം താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ തക്കുടിൻ്റെ വാരി മാത്രം കൊടുത്തു. പിന്നെ ഞാൻ അധികം കഴിക്കാൻ തന്നില്ല. പിന്നെ അങ്ങനെ എല്ലാവർക്കും സമയമായി ഗൈസ്. അപ്പോൾ ആദ്യം ആർഷി ആദ്യനെ കൊണ്ടുപോയിട്ട് വീടിൻ്റെ അവിടെ വിട്ടിട്ട് വരാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അതിനുള്ളിൽ ഞങ്ങൾ അവിടെ നിന്ന് റെഡി ആയിട്ട് പോകാമെന്നുള്ളതായിരുന്നു. അപ്പോൾ ആർഷി ആദ്യനെ കൊണ്ടുപോയി വിട്ടിട്ട് വന്നു ഗൈസ്. അപ്പോൾ ഞങ്ങൾ അതുമ്പോഴേക്കും ഇവിടെ കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ടായിരുന്നു. അമ്മ ഇവിടെ അവിടെ പോകുന്ന വഴിക്ക് തന്നെയാണ്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ ഫുഡ് കേക്ക് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് വരാമെന്ന് അതൊക്കെ മേമ പാക്ക് ചെയ്ത് തരുമായിരുന്നു. അപ്പോൾ ഞങ്ങളതൊക്കെ സെറ്റാക്കി വെക്കുകയായിരുന്നു. എന്നിട്ട് ഞാനും തക്കുടും കൂടിയിട്ട് ഇങ്ങനെ നടന്നു. ചെറുത്തിൻ്റെ അടുത്ത് ബായ് പറഞ്ഞ് മേമയുടെ അടുത്തൊക്കെ ബായ് പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടാളും കൂടിയും കേസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. കഥയും പറഞ്ഞിട്ട് ഞാൻ തക്കുടും ആർഷിനെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി റോഡിൽ കഥയും പറഞ്ഞിട്ട് ഞാൻ നടക്കണം. ചെറുത് ബാക്കിൽ നിന്നിട്ട് പാവൻ ചേട്ട പറയുക, എല്ലാവരും കൂടി വണ്ടി കൊണ്ടുപോകാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ 3 കൂടി പോകാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ ദൂരത്തുനിന്നൊരു വണ്ടി വരുന്നു ഗൈസ്. സമാധാനമായി. ആർഷി അങ്ങനെ വന്നു ഗൈസ്. അങ്ങനെ ഞങ്ങൾ വണ്ടി കയറിയിട്ട് ഞങ്ങൾ 3 കൂടി പോവുകയാണ് ഗൈസ്. അപ്പോൾ എന്നെ ഒരു സ്റ്റോപ്പിൽ വിട്ടിട്ട് അങ്ങനെ ഗൈസ് അവർ എന്നെ കൊഴിഞ്ഞാമ്പ്ര സ്റ്റാൻഡിൽ വിട്ടിട്ട് തിരിച്ച് വരുന്ന സമയത്ത് അവിടെ ഫുഡ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവിടെ അമ്മമ്മയുടെ വീട്ടിൽ കയറാമെന്നുള്ള പ്ലാനിങ് ആയിരുന്നു. അങ്ങനെ നമ്മൾ കൊഴിഞ്ഞാമ്പ്ര ടൗണിലെത്തി ഗൈസ്. അപ്പോൾ ഞാൻ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയിട്ട് ഞാൻ പിന്നെ ബസ് കയറി പോവും. പിന്നെ അവരങ്ങനെ തിരിച്ചു വരും. അപ്പോൾ ഞാൻ അവരെന്നെ സ്റ്റാൻഡിൽ ഇറക്കി വിട്ടു ഗൈസ്. അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇത്രയേ ഉള്ളൂ. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ലവ് യു.